പേജിന്റെ നടുക്കോട്ട്, ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന പേജിന്റെ നടുക്കോട്ട്, എന്നെ സംബന്ധിച്ച് എന്റെ പേജ് എന്ന് പറയുന്നത് ബോർഡാണ്. ആ ബോർഡിന്റെ നടുക്കോട്ട് 1, എന്താണ് 1 വെച്ചാൽ? ഒന്നെന്തോ ഒന്നാമത്തെ ചാപ്റ്റർ എഴുതുക. 1 ആ പേജിന്റെ നടുക്കോട്ട് ഞാൻ എഴുതിയിരിക്കുന്ന പോലെ 1. അവിടെ പക്ഷേ പേജിന്റെ നടുക്കോട്ട് ഞാൻ എഴുതിയേക്കുന്ന പോലെ പേജിന്റെ നടുക്കോട്ട് ചാപ്റ്ററിന്റെ പേര് SQUARES. ഇത് ചാപ്റ്ററിന്റെ പേര് സ്ക്വയേഴ്സ്. ഇത് ചാപ്റ്ററിന്റെ പേര് സ്ക്വയേഴ്സ്. സ്ക്വയേഴ്സ്. ഇത് ചാപ്റ്ററിന്റെ പേര് സ്ക്വയേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? അതിന്റെ അടുത്ത പേജിലോട്ട്, ഇപ്പൊ എഴുതിയതിന്റെ അടുത്ത പേജിലോട്ട്, ഇതാണ് എന്നെ സംബന്ധിച്ച അടുത്ത പേജ്. അവിടെ ഹെഡിങ് എഴുതുക സിലബസ്. SYLLABUS സിലബസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പെറുപിറുക്കരുത്, എഴുന്നേറ്റ് എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം. SYLLABUS സിലബസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ ആദ്യം എഴുതിയത് സിലബസ് അല്ലേ? അതെന്തുവായിരുന്നു? 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററുകളുടെയും പേരാണ് അവിടെ സിലബസിൽ എഴുതിയത്. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ഈ 1ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ്. ഞാൻ ബോർഡിൽ എഴുതുന്ന നോക്കിയിട്ട് എഴുതണം. സെക്ഷൻ 1 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എന്താണ് സെക്ഷൻ 1ന്റെ പേര്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എഴുതിയോ? എഴുതി. അടുത്ത വരിയിൽ സെക്ഷൻ 2 ഡെസിമൽ DECIMAL ഡെസിമൽ സ്ക്വയേഴ്സ്. SQUARES സ്ക്വയേഴ്സ്. ഡെസിമൽ സ്ക്വയേഴ്സ്. ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നുന്നു? ഇല്ല. ഈ 2 ടോപ്പിക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഒരു ചെറിയ ചാപ്റ്ററാണ്. ഏത് ചാപ്റ്റർ? സ്ക്വയേഴ്സ്. അപ്പൊ സ്ക്വയേഴ്സിൽ എത്ര ടോപ്പിക് ഉണ്ട് പഠിക്കാൻ? 2 ടോപ്പിക്. സെക്ഷൻ 1 സെക്ഷൻ 1 സെക്ഷൻ 2. സെക്ഷൻ 1 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. സെക്ഷൻ 2 ഡെസിമൽ സ്ക്വയേഴ്സ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത പേജ് എടുക്കാം. ആ പേജിന്റെ മുകളിൽ ഹെഡിങ് എഴുതുക ത്രൂ ദി ചാപ്റ്റർ. THROUGH ത്രൂ ദി ചാപ്റ്റർ. ത്രൂ ദി ചാപ്റ്റർ. THROUGH ത്രൂ ദി ചാപ്റ്റർ. അടുത്ത വരിയിൽ എഴുതുക സെക്ഷൻ 1. എന്തായിരുന്നു സെക്ഷൻ 1ന്റെ പേര്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ. പേനകത്തൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ 1-2 വിവരങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ബുക്കിലേക്ക് നോട്ടായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി പേനകത്ത് വെക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറഞ്ഞ എഴുതിയാൽ മതി. ഞാൻ കുറച്ച് നമ്പറുകൾ ഇവിടെ എഴുതാം. 1, 4, 9, 16 എക്സെട്ര. ഈ നമ്പറുകൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ കണ്ടു, കണ്ടില്ല കണ്ടില്ല. പറയൂ. സ്ക്വയേഴ്സ് ആരുടെ?
ആരുടെ? 1 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയറാണ്. 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയറാണ്. 9 എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയറാണ്. 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയറാണ്. ഇനി 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? 1 into 1 ആണോ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 into 2. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 into 3. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളാണ്. ഇവരൊക്കെ ആരാണ്? നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? നാച്ചുറൽ നമ്പർ ഇല്ല. കൗണ്ടിങ് നമ്പർ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ കൗണ്ടിങ് നമ്പർ എന്ന് പറഞ്ഞാൽ? കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറുകളെ വിളിക്കുന്ന പേരാണ് കൗണ്ടിങ് നമ്പേഴ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ എണ്ണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എണ്ണൽ സംഖ്യകൾ. അതിന്റെ ഇംഗ്ലീഷാണ് കൗണ്ടിങ് നമ്പർ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ആരൊക്കെയാ നാച്ചുറൽ നമ്പർ? 1, 2, 3, 4 എക്സെട്ര. ഇവരെ വിളിക്കുന്ന പേരാണെന്ത്? നാച്ചുറൽ നമ്പർ അഥവാ കൗണ്ടിങ് നമ്പർ. അതിന്റെ സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ. എന്താ പറയുന്നു? അപ്പൊ ഒന്നുകൂടെ, വാട്ട് ഡു യു മീൻ ബൈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? സ്ക്വയേഴ്സ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ് ആർ കോൾഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 10ാം ക്ലാസ്സിൽ വരെ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ മാത്സ് പഠിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ ക്ലാസ്സിലും കേൾക്കുന്ന ഒരു വാക്കാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ തലയിൽ ആപ്പിൾ വീഴണം. എന്ത് വീഴേണ്ട ആപ്പിള്? സ്ക്വയേഴ്സ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഓർ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് കോൾഡ് പെർഫെക്റ്റ് സ്ക്വയർ. ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലായി. അപ്പൊ ഇതങ്ങോട്ട് എഴുതിക്കോളൂ. അതിന്റെ ബാക്കിയായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ആ ഹെഡിങ് എഴുതിയതിന്റെ താഴോട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇത്രയും കഴിഞ്ഞതിന് ശേഷം അപ്പൊ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടോ ഇത്രയും വരെ ഉള്ളെന്ന്? അല്ല, ഇതിങ്ങനെ ഇതിങ്ങനെ 4 സ്ക്വയർ, അടുത്തത് 5 സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ എന്നിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത വരിയിൽ ഇതുപോലെ ഒരു 3 വരിയിൽ കുത്തിട്ട് വെച്ചേ. എന്തോ 3 വരി കുത്തിട്ട് വെച്ചാൽ എന്റെ അർത്ഥം ഇതുപോലെ. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. എന്നിട്ട് അടുത്ത വരിയിൽ എഴുതണം നോട്ട്. NOTE നോട്ട്. റെഡി? The squares of നോട്ടെന്ന് എഴുതിയിട്ട് അടുത്ത വരിയിൽ the squares of counting numbers, the squares of counting numbers or natural numbers is called അല്ലെങ്കിൽ ആർ കോൾഡ് എന്നായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ആർ കോൾഡ്, ഇതാണ് നമ്മുടെ ഹെഡിങ്. എന്തുവാ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ കോൾഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. ഹരിനാരായണൻ ഒന്ന് വായിച്ച് ഇപ്പൊ എഴുതിയ സാധനം. എഴുതാനുണ്ടോ? അപ്പൊ കൗണ്ടിങ് നമ്പറിന്റെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇത്ര ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. അത്രേ വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ബോർഡിലേക്ക് നോക്കാം. സ്ക്വയർ ഓഫ്
1/2 സ്ക്വയർ ഓഫ് എന്തോ 1/2 എന്ന് വെച്ചാൽ ആദ്യമായിട്ട് വെക്കുന്നു 1/2 ഹാഫ്. അവിടെ തന്നെ അർത്ഥമുണ്ട് ഹാഫ്. കടയിൽ ചെന്നേച്ച് 1/2 കിലോ പഞ്ചസാര തരാൻ പറയാറില്ലേ? 500 ഗ്രാമിന് പറയുന്ന പേരാണ് 1/2 കിലോ. അതായത് 1 കിലോയുടെ പകുതി. അതിനെ ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോഴാണ് എന്ത്? 1/2. നിങ്ങളുടെ അച്ഛൻ 1 കിലോ കേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വരുന്നു. അതിന്റെ നേരെ പകുതി നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്താ പറയും? ആ കേക്കിന്റെ 1/2 പോർഷൻ നമുക്ക് കിട്ടി. അപ്പൊ 1/2 അർത്ഥം മനസ്സിലായല്ലോ? എന്തോ ഒരു സാധനത്തിന്റെ പകുതി. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയർ. എന്ത് കണ്ടുപിടിക്കണം? ഈക്വൽ 1/2 സ്ക്വയർ. സ്ക്വയർ ഓഫ് 1/2 നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1/2 എഴുതി ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് സ്ക്വയർ കൊടുക്കും. എങ്ങനെയാണ് ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്? ഏഴാം ക്ലാസ് പിടിച്ചതാണ്. അപ്പൊ നമ്മളങ്ങോട്ട് എഴുതിയതുള്ളൂ. ഒരു നമ്പറിന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിച്ചേ? 1 × 1. 2ന്റെ സ്ക്വയർ 2 × 2 3യുടെ സ്ക്വയർ. അങ്ങനാണെങ്കിൽ 1/2ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 1/2ന്റെ സ്ക്വയർ 1/2 × 1/2. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എന്ത് കിട്ടുന്നത്? അതിന്റെ സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ, ഇവർ രണ്ടുപേരും ആരാണ്? ഇങ്ങനെ എഴുതുന്ന നമ്പറിന്റെ കണക്കിൽ എന്തോ പറയുന്ന പേര്? ഫ്രാക്ഷൻസ്. എന്താണ്? എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആക്കണം. 1 × 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ആക്കണം. 2 × സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ വരയ്ക്ക് മുകളിലുള്ളവരെ ഗുണിച്ച് വരയ്ക്ക് മുകളിൽ എഴുതണം. ആ വരയ്ക്ക് മുകളിലുള്ള ആളിന് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് ന്യൂമറേറ്റർ. മലയാളത്തിൽ അംശം എന്ന് പറയും. വരയ്ക്ക് താഴെയുള്ള ആളിന് എന്ത് പറയും? ഡിനോമിനേറ്റർ, ഛേദം എന്ന് പറയും. അപ്പൊ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതണം. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിട്ട് എഴുതണം? ഡിനോമിനേറ്റർ ആയിട്ട്. 1 × 1 1 ബൈ 2 × 2. അപ്പോൾ 1/2ന്റെ സ്ക്വയർ എത്രയാണ്? 1/4. ഇവിടെ കിട്ടിയ സംഗതി എഴുതിയാട്ടെ. നിങ്ങള് 5ാം ക്ലാസ്സിൽ പഠിച്ച, അതായത് കേരള സിലബസിൽ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ചാപ്റ്ററിന്റെ പേര് റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷൻ. അതാണ് ആ സെക്ഷന്റെ പേര്. ഇതുപോലെ സെക്ഷന്റെ പേര്. ചാപ്റ്ററിന്റെ പേര് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഒരു പാഠം വല്ലതും പഠിച്ചിട്ടുണ്ടോ 5ാം ക്ലാസ്സിൽ? കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച അറിയാൻ വയ്യാത്ത എന്നോടോ ബാല 5ാം ക്ലാസ്സിലെ കാര്യം ചോദിക്കും. വേണ്ട, ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് 11ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ആരുടെ സ്ക്വയർ ആണ്? സാധാരണഗതിയിൽ 11ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സാധാരണഗതിയിൽ 11ന്റെ സ്ക്വയർ 11 × 11. ഗുണനപ്പട്ടിക അറിയാമെങ്കിൽ ഉത്തരം പറയാം. 11 × 11 അടിപൊളിയായിട്ടുണ്ട്. 11 × 11 11 × 11 121. 11 × 11 120. പക്ഷെ നിങ്ങൾ 5ാം ക്ലാസ്സിൽ ഒരു ബോക്സ് ഒക്കെ വരച്ച് ഇത് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. ആ ബോക്സ് ഞാനൊന്ന് വരച്ച് കാണിക്കാം. ആ ബോക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് നിങ്ങൾ 11ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ?
ഉണ്ട്. 11 നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. 10ഉം 1ഉം 10 ഒന്നുകൂടെ കൂട്ടുമ്പോഴല്ലേ 11 കിട്ടുന്നത്. അപ്പൊ ഇവിടെയും 10ഉം 1ഉം എഴുതും. ഓക്കെ, നീ കോളം എങ്ങനെ ഫില്ല് ചെയ്യുന്നു? അറിയോ? ഇല്ല. ഒന്നാമത്തെ കോളം ഇതല്ലേ, ഇവരെ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. 10 into 10 ഈക്വൽ 100, 100. അപ്പൊ ഈ കോളം എങ്ങനെ ആയിരിക്കും എഴുതുന്നത്? 10 into 1 11. 10 into 1 ഈക്വൽ 10. ഓക്കെ, അപ്പൊ ഈ കോളം എങ്ങനെ എഴുതുന്നത്? 1 into 10 ഈക്വൽ 10. അപ്പൊ ഈ കോളം എങ്ങനെ എഴുതുന്നത്? 1 into 1 ഈക്വൽ 1. ഓരോ കോളം എഴുതിയതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇനി എന്തുവരുന്നു ടീച്ചർ 5ാം ക്ലാസ് പഠിപ്പിച്ചേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. ഏത് രണ്ടും കൂടെ? ഈ 100ഉം ഈ 10ഉം കൂടെ ആഡ് ചെയ്യും. 100ഉം 10ഉം കൂടെ എന്ത് ചെയ്യുന്നു? 100 പ്ലസ് 10 ഈക്വൽ 110 ആണോ? അപ്പൊ ഇനി അർത്ഥമില്ല എന്തായിരിക്കും എഴുതുന്നത്? 10ഉം 1ഉം കൂടെ ആഡ് ചെയ്യും. ആൻസർ ഇനി എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇതിന്റെ താഴോട്ട് എഴുതണം. 110ഉം 11 കൂടെ ആഡ് ചെയ്യണം. എത്ര കിട്ടും? 120. ഇതാണ് ആരുടെ സ്ക്വയർ? ആരുടെ സ്ക്വയർ? 11ന്റെ സ്ക്വയർ. ഇത് നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിച്ചതാണ്? 5ാം ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്ററിന്റെ പേര് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. എന്താണ്? ടോപ്പിക്കിന്റെ പേര് റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷൻ. റെക്ടാംഗിൾ. അപ്പൊ ഇതൊന്ന് ബോർഡിൽ കിടക്കുന്ന പോലെ ഒന്ന് എഴുതിയെടുത്താട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ മെത്തേഡിൽ 12ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പറഞ്ഞാട്ടെ എങ്ങനെ എഴുതും? 12നെ എങ്ങനെ എഴുതണം? 10 2 10 2. ഇനി ഈ കോളം എങ്ങനെ ഫില്ല് ചെയ്യും? 10 into 10 10 into 10 ഈക്വൽ 100. ഈ കോളം എങ്ങനെ ഫില്ല് ചെയ്യും? 10 into 2 ഈക്വൽ 20. ഈ കോളം എങ്ങനെ ഫില്ല് ചെയ്യും? 2 into 10 ഈക്വൽ 20. ഇതെങ്ങനെ ഫില്ല് ചെയ്യും? 2 into 2 ഈക്വൽ 4. ഇനി എന്ത് ചെയ്യണം? പറഞ്ഞു. 100ഉം 20ഉം കൂടെ കൂട്ടി 100 പ്ലസ് 20 ഈക്വൽ 120. അടുത്തത് 20 പ്ലസ് 4 ഈക്വൽ 24. ഇനി ആരെയൊക്കെ തമ്മിൽ കൂട്ടണം? 120ഉം 26 കൂട്ടണം. എത്ര കിട്ടും? 140. ഇതല്ലേ 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? 12ന്റെ സ്ക്വയർ 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 into 12. അത് എത്രയാണ്? 144. അത് തന്നെയല്ലേ ഇത് ചെയ്തപ്പോഴും കിട്ടിയത്? എഴുതിയാട്ടെ. അപ്പൊ നമ്മൾ ഇതുപോലെ ആരുടെ സ്ക്വയർ എഴുതാൻ പോവാണ്? 13ന്റെ സ്ക്വയർ. നോക്കാം. 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്തു അർത്ഥം? 13 into 13. 13 into 13 എത്ര? 160. 169. അത് നമ്മൾ ഈ മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ആദ്യം 13നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 13നെ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന്? 10ഉം 3ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 10ഉം 3ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? പറഞ്ഞാട്ടെ. 10 3 10 3. ഇനി ഒന്നാമത്തേത് എങ്ങനെ ഫില്ല് ചെയ്യും? പറഞ്ഞാട്ടെ. ഇവിടെ 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 10 into 10 ഈക്വൽ. ഇതെങ്ങനെ ഫില്ല് ചെയ്യും? 10 into 3 ഈക്വൽ 30. ഇതെങ്ങനെ ഫില്ല് ചെയ്യും? 3 into 10 ഈക്വൽ 30.
ഇതെങ്ങനെ ഫില്ല് ചെയ്യും? 3 × 3 = 9. ഇതിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ആഡ് ചെയ്യണം അല്ലേ? 100ഉം 30യും കൂടെ ആഡ് ചെയ്താൽ 130 ആണോ? ഇങ്ങോട്ട് ആഡ് ചെയ്താല് 30 + 9 = 39. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 100 ഇങ്ങനെ കിട്ടിയ എല്ലാവർക്കും ആൻസർ. അപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ ഇതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. ഇങ്ങനെ അതിന്റെ ഒരു 3-4 കണക്കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ത് ചെയ്യും, തീരും. ഓക്കെ, ഓൾ സ്റ്റാൻഡ്. വായിച്ചു നോക്കുക ആദ്യം മുതൽ. ഇന്ന് പഠിപ്പിച്ചിട മുതൽ വായിച്ചു നോക്കണം. മനസ്സിലായാൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക.